കാല് നമ്മളിങ്ങനെ ഒടിച്ചെടുത്തു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, നന്ദൂട്ടൻ്റെ കുറേ പണ്ടത്തെ ടോയ്സ് ഒരു 2 ചാക്കിലാക്കി നമ്മളിവിടെ അലമാര കട്ടിലിൻ്റെ അടിയിലൊക്കെ വെച്ചായിരുന്നു. അപ്പോൾ ഇന്ന് അതിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നന്ദൂട്ടൻ്റെ കിച്ചൺ സെറ്റിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ തപ്പാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ നമ്മൾ പറക്കിയായിരുന്നു. പറക്കിയ കൂട്ടത്തിൽ കുറേ സാധനങ്ങൾ നന്ദൂട്ടൻ മുറ്റം മൊത്തം വെതറിയിട്ടു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണിക്കാം. മൊത്തം ഇപ്പം അമ്മ ചാക്കിനകത്താക്കി വാരി വെച്ചു കേട്ടോ, ഒത്തിരി ഉണ്ടായിരുന്നു. ഇനി ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം നമ്മുടെ നന്ദപ്പൻ പെറുക്കി എടുത്തിട്ടുണ്ട് കളിക്കാൻ. ബാക്കി എല്ലാം ചാക്കിനകത്താക്കി കെട്ടി വീണ്ടും വെച്ചു. അതിനകത്ത് നിന്ന് കുറേ നമ്മുടെ ഈ വേസ്റ്റ് ഇടുന്ന സ്ഥലത്തിലോട്ടൊക്കെ ഈ ചാക്കിനകത്തും കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഈ വേസ്റ്റ് ഇടുന്നിടത്തൊക്കെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ മാഡം വേണ്ടാതെയൊക്കെ എടുത്ത് കളഞ്ഞിരുന്നത്, കുറേ പന്നച്ചെരിപ്പ് അങ്ങനെയൊക്കെ ആയിരുന്നേ. അപ്പം ഇത് നന്ദപ്പൻ കളഞ്ഞ ഒരു ഇത് വേറെ ഏതൊരു ടോയിൻ്റെ കാല, ഇത് അല്ലാത്തൊരു ടോയിൻ്റെ മുഖത്തൊക്കെ ക്യൂടെക്സ് ഒക്കെ വാരി അടിച്ച് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു പാവ വെച്ചിട്ട് നമ്മളൊരു സംഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് പരിപാടി തുടങ്ങിയാലോ. അങ്ങനെ ഗായ്സ്, നമ്മൾ ഈ പാവ വെച്ചിട്ട് പണി തുടങ്ങാൻ പോവുകയാണ്. പിന്നെ ഇതിൻ്റെ മുഖമെല്ലാം പോയി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചെറിയ പെയിൻ്റാണ് എടുത്തേക്കുന്നത്. പെയിൻറ്റ് നമുക്ക് തുറന്നിട്ട് നമുക്ക് വേണ്ട നീല പെയിൻ്റ് എടുത്ത് നമുക്ക് അടിച്ചു കൊടുക്കാം. എനിക്ക് അമ്മ തരുമോ? ഞാൻ ചെയ്യട്ടെ അമ്മ. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പെയിന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാബ്രിക് പെയിന്റ് ഇല്ലേ ഡ്രസ്സിൽ, അതാട്ടോ. ഇത് 2 കോട്ട് അടുപ്പിച്ച് ചെയ്യുന്നത്. നമ്മൾ ഫുള്ള് ഇത് ഒന്ന് പഠിച്ചു. എന്തോ ചെയ്യാനാ? ആരെ മേക്കപ്പ് ചെയ്യാൻ? മോള് പെയിന്റ് അടിക്കുമോ? നിൽക്കുമ്പോൾ തരാം. ഫേസ് അമ്മ ക്ലിയർ ചെയ്തോട്ടെ, കുഞ്ഞിന് തരാം പെയിന്റ് അടിക്കാം. വേറെയും പെയിന്റ് ഉണ്ടടാ, അമ്മ തീർക്കത്തില്ല. മോള് വിഷമിക്കണ്ട. ഒരു കോട്ട് ഫേസിൽ കഴിഞ്ഞു ഗൈസ്, കണ്ടോ. ഇനി ബാക്കി ഇവിടെ അടിക്കണം. ബാക്കി ഞാൻ അടിക്കാൻ നന്ദൂട്ടനെ ഏൽപ്പിക്കും കേട്ടോ. ബാക്കി നന്ദൂട്ടനെ അടിച്ച് ബോഡി വിട്ട്.
നീ ഇവിടെ അടി അടിക്കുന്നേ? ഇവിടുന്ന് എല്ലാരും അടിക്കല്ലേ? എപ്പോഴും പറഞ്ഞ ഒരു കലയാട് അടിക്കാൻ. അപ്പൊ നമുക്ക് ഇത് കിഷനാക്കെ ചേട്ട ഇവിടുന്ന് നോക്കി കൊടുക്കാം. നമുക്ക് പേടിപ്പിച്ച് കൊടുക്കാം. എനിക്ക് ഈ പിങ്ക് ഇഷ്ടം. പക്ഷെ ഈ കളറുണ്ടാ പെട്ടെന്ന് എന്റെ ഫോണിലാക്കാൻ അങ്ങോട്ട് അടിക്കുക. അടുത്ത സെക്കൻഡ് കോട്ട് അടിക്കാൻ തുടങ്ങാം. ഫാബ്രിക് പെയിന്റ് ആണെങ്കിൽ ഗൈസ് ഇത് ഒറ്റയായിട്ട് മതിയായിരുന്നു കേട്ടോ. ഫേസിലടിക്കണ്ട, നല്ലത് അപ്ലൈ ചെയ്യും. അപ്പൊ ഗൈസ് നമുക്കിത് മൊത്തം അടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഗൈസ് ഞാൻ കുഞ്ഞിക്കാലികൾ കളർ അടിക്കും കേട്ടോ. കണ്ടോ, കുഞ്ഞിക്കാലികൾ അടിക്കണം. നമ്മൾ വിചാരിക്കുന്നതിൽ ഈസി ഒന്നുമല്ല കേട്ടോ. അടിപൊളിയായി. അങ്ങനെ കുട്ടിക്കാലി കളർ അടിച്ചിട്ടുണ്ട്. കളർ അടിക്കട്ടെ ഞാൻ. അങ്ങനെ ഇതെല്ലാം ഒന്ന് ഉണങ്ങി സെറ്റായിട്ട് വേണം കൃഷ്ണന്റെ മുതുകൊക്കെ ഒന്ന് കളർ അടിച്ച് സെറ്റാക്കാൻ. എന്റെ പൊന്നെ എന്നെ സഹായിക്കല്ലേ. നമ്മൾ ഈ മുടി അഴിച്ചു കൊടുക്കുക. ഒരെണ്ണം ഒരു റബ്ബർ ബാൻഡ് ഇത് നിറച്ച് മുടിയുള്ള പാവ കേട്ടോ. എന്തിനാണ് നന്ദൂട്ടെ ഈ പാവകളൊക്കെ ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നത്? സോറി അമ്മി. വീടിന് ചുറ്റും ഒരു വളയം ഇവിടെ കളിപ്പാട്ടമാണ്, സത്യം പറയാം. തൂക്കുമ്പം കളയുക. എന്തോരം കളിപ്പാട്ടങ്ങളാണ് ഈ കൊച്ചിനുള്ളത്. ഏതെങ്കിലും ഉത്സവ സ്ഥലത്ത് പോയാൽ കളിപ്പാട്ടം വാങ്ങി കൊടുത്തില്ലെങ്കിൽ നന്ദൂട്ടിന്റെ കരച്ചിലും ബഹളവുമാണ്. അങ്ങനെ കഴിച്ച് നമ്മുടെ നന്ദപ്പന്റെ ആ പാവേന്റെ തലമുടി കഴിച്ചു. എന്തിനാ അയച്ചെന്നാ? നീ എടുത്ത് വെളിയിൽ കളഞ്ഞ സാധനമല്ലേ ഇത്? ഈ വീടിന് ഒരു വളയം മൊത്തം ഇങ്ങനെ ടോയ്സ് ആണ് കഴിച്ചത്. ഇവരൊന്നും സൂക്ഷിക്കത്തില്ല, എല്ലാം കളയും. ഒരു അമ്പല സ്ഥലത്ത് പോയാൽ കളിപ്പാട്ടം മേടിച്ചു കൊടുത്തില്ലെങ്കിൽ നന്ദൂട്ടൻ്റെ പ്രശ്നമാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ കൃഷ്ണൻ്റെ മുടി കെട്ടിക്കൊടുത്തു. മുടിയുള്ള കൃഷ്ണനാട്ടോ. നമ്മൾ ഇങ്ങനെ വല്ല ഉണ്ട കെട്ടിക്കൊടുക്കാം. ഇത് കൊള്ളാം അല്ലേ? കൃഷ്ണൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കൃഷ്ണനെ ഈ വൺ സൈഡ് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൃഷ്ണനെ കമഴ്ത്തി കിടത്തി കളർ അടിക്കാം. ഓക്കെ, അങ്ങനെ ഗൈസ് ഞാനൊരു മഞ്ഞ കളർ തുണീൻ്റെ പീസ് എടുത്തു. ഇവിടെ സൂചിയുണ്ട്, പക്ഷേ നൂലില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ കൃഷ്ണന് നിക്കറും ഉടുപ്പൊക്കെ ഞാൻ ഒട്ടിക്കാൻ പോവാം കേട്ടോ. അതിന് ഞാൻ പ്രത്യേകിച്ച് കൃഷ്ണന് അളവും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാനുള്ള പരിപാടിയാണ്. ഞാനിങ്ങനെ ഒരു പാനിൻ്റെ ഷേപ്പ് ഇങ്ങനെ വെട്ടിയെടുക്കുക കേട്ടോ. നമ്മുടെ കൃഷ്ണൻ എൻ്റെ ഇത്രയും വേണ്ട. നമ്മൾ കൃഷ്ണൻ ഇത് ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റാണ് കണ്ടോ. നമ്മളിങ്ങനെ കൃഷ്ണനെ ഒട്ടിക്കുക കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ അടുത്ത പീസും കൂടെ വെട്ടിയെടുക്കാം. നന്ദുട്ടിക്ക് എന്തുവാ പ്രശ്നം? നന്ദൂസിന് ഇപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരുണ്ടെന്ന്? അതാ ആർക്കാ സൂക്കേടുള്ള? ഇപ്പം അമ്മയ്ക്കാണോ? ഒരു ഷേപ്പും ഇല്ലാത്ത തുണിയാണ് ഗൈസ്. ഇതാ 2 പീസ്. ഓക്കെ, നമ്മളിതിപ്പോൾ ഇങ്ങനെ 2 പീസ് എടുത്ത് കേട്ടോ. കൃഷ്ണൻ്റെ നിക്കറിനായിട്ടാണേ. ഈ ദിവസം നമുക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. കൃഷ്ണൻ്റെ ഈ ഒരു സംഭവം നമുക്കിങ്ങനെ ഒട്ടിക്കാം. എന്തുവാ നന്ദാവും? സാരമില്ല, മടിയിലിരിക്കാം. ഒന്ന് മാറാം, അമ്മ ഇത് ചെയ്തോട്ടെ. അങ്ങനെ കഴിച്ച് ഞാനിപ്പം നമ്മുടെ ഈ ഫെവി ബോണ്ട് എടുത്തിട്ടുണ്ട്. ഫെവി ബോണ്ട് തന്നെ നമുക്കിവിടെ ഒരു കാലായിട്ട് കൊടുക്കാം കേട്ടോ.
അല്ലാതെ കൃഷ്ണന് കാലില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഫെവി ബോണ്ട് വെച്ച് തന്നെ കൃഷ്ണന് കാലൊക്കെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ തൽക്കാലത്തേക്ക് ഇരിക്കട്ടെ, നമുക്കത് പാൻറ് ഇട്ട് ശരിയാക്കാം. അടുത്ത് നമുക്ക് പാൻറ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് നമുക്ക് ഇങ്ങനെ പശ തേച്ച് കൊടുക്കാം. അങ്ങനെ കഴിച്ച് ഞാൻ അകത്ത് ഈ ഫെവിക്കോളിൻ്റെ തന്നെ ഒരു കവറാട്ടോ വെച്ച് കൊടുത്തേക്കുന്നത്. നമ്മുടെ കൃഷ്ണൻ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാല് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്, മറ്റേ കാല് നമ്മൾ മറ്റേ കാല് ഈ കാല് കണ്ട ഈ കാലിൽ നമ്മളിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടി ഞാൻ ഫെവിക്കോൾ എടുത്തു. എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് തന്നെ ഇറക്കാം. അത് കഴിഞ്ഞിട്ട് ഗൈസ് കുറച്ച് തുണി ഞാൻ എടുത്തു. ഇതിൻ്റെ അകത്ത് കാലിൻ്റെ ഭാഗത്തിനകത്ത് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ, കാരണം അവിടെ വന്നിട്ടൊന്ന് തീർത്തിരിക്കണ്ടേ. അതുകൊണ്ട് കാലിൻ്റെ ഭാഗം ഞാനിങ്ങനെ വെച്ച് കൊടുക്കുവാണ്. കാല് നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്തു. അടുത്ത് നമ്മളിതാ ഒരു കുഞ്ഞൊരു പീസ് എടുത്തിട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ വെട്ടി കൊടുക്കുക. ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട്. സത്യം പറഞ്ഞാൽ ഗൈസ് ഇത് വിഷുവിന് മുന്നേ ഇടേണ്ടായിരുന്നു കേട്ടോ, പക്ഷേ പിന്നെ ഇങ്ങനെ ഐഡിയ തോന്നിയത്. ഇങ്ങനെ നമ്മുടെ കൃഷ്ണന് കഴുത്തി ഇങ്ങനെ വെച്ചൊരളവ് നോക്കാം നമുക്ക്. അയ്യോ കുഞ്ഞായിപ്പോയി, ഇച്ചിരി കൂടെ നീളം വേണമായിരുന്നു. ഇച്ചിരി കൂടെ നീളമുള്ള തുണി നമുക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ ഗൈസ് ഞാനത് കുഞ്ഞായതുകൊണ്ട് കുറച്ചുകൂടെ വലുത്. സത്യം പറഞ്ഞാൽ ഞാനിത് ചെയ്യുന്നത് തന്നെ രാത്രിയാട്ടോ. സ്കെയിലും സാധനവും ഒന്നും തന്നെ ഇല്ല, തട്ടിക്കൂട്ട് പരിപാടിയായിട്ട് ഞാൻ ചെയ്യുന്നതാണ്, ഉള്ള സാധനങ്ങൾ വെച്ചിട്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ നേരെ ഒന്ന് വെട്ടാൻ പോലും പറ്റുന്നില്ല. വലിയ കത്രികയൊക്കെ ഉള്ളതാണ്, എവിടെയെന്ന് പോലും അറിയാം. എന്തുവാ നന്ദു? പിന്നെ എനിക്ക് എൻ്റെ നന്ദൂട്ടനെ ഇഷ്ടമല്ലാതെ. ആ ഊഞ്ഞാൽ ഇട്ട് തരാമല്ലോ, ഉണ്ടല്ലോ നന്ദൂട്ടിക്ക് ഇഷ്ടം പോലെ ഊഞ്ഞാലും ഒക്കെ. ആരെന്ന് അങ്ങനെ കഴിച്ചാൽ ഇങ്ങനെ നീളത്തിന് തയ്യത്ത് കേട്ടോ. ഇത് നമുക്ക് കണ്ണനിട്ട് നോക്കാം. യെസ് സെറ്റ്. അയ്യോ ഇതിപ്പം വലുതായിപ്പോൾ. ഒന്നെങ്കിൽ ആശാൻ്റെ നെഞ്ച് തല്ലെങ്കിൽ കാലിക്ക് വളർത്തും. അങ്ങനെ കേട്ടോ ഞാൻ ചെയ്തേക്കുന്നത്. ഇങ്ങനെ വെച്ചങ്ങ് വെട്ടി നമ്മളവിടെ കളി ഇങ്ങനെ അങ്ങ് കൊടുത്താലോ, അത് മതി. ഇനി നമ്മൾ ഗൈസ് ഇത് വീണ്ടും പിന്നെ മടക്കുവാണ്, ഇത് ഒട്ടിക്കാൻ പോവുകയാണ്. ഇങ്ങനെ പശ തയ്ച്ചു കൊടുത്തു. ഇതിന് നമ്മൾ ഡബിളായിട്ട് ഇത് ഒട്ടിക്കാൻ പോവുകയാണ്. ആണോ? താങ്ക് യു.
പറയുന്നത് നന്ദൂട്ടിക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെ ഗൈസ് കയ്യിൽ കുറേ വശീലൊക്കെ ആയിട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ നീണ്ട ഈ ഒരു എടുത്തിട്ട് നമ്മൾ നമ്മുടെ കൃഷ്ണനെ ഇങ്ങനെ കണ്ണൻ്റെ കയ്യിലേക്ക് പൊക്കി എന്തുകൊണ്ട് ഇങ്ങനെ പൊക്കിയിട്ട് നമ്മുടെ കൃഷ്ണനെ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. കൃഷ്ണ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. പുള്ളിക്കാരൻ്റെ കയ്യൊന്ന് പൊക്കി വീണ്ടും ഞാനിവിടെ ഗ്ലൂ വെച്ചു ഒട്ടിച്ചു. ദെൻ ഈ ബാലൻസ് ഉള്ളത് നമ്മൾ കട്ടും ചെയ്ത് കളയും കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മുടെ കൃഷ്ണന് കാലുമായി ഉടുപ്പുമായിട്ടുണ്ടേ. മെയിനൊരു സംഭവം ഉണ്ട് ഗൈസ്, നമ്മൾ ഈ ഒരു പോർഷൻ മറയ്ക്കാൻ മറന്നുപോയി. അവിടെ നമ്മളൊരു ചെറിയൊരു തുണി പീസ് വെച്ച് കട്ട് ചെയ്ത് ഒട്ടിക്കുക. ഇനി അതാണ് കേട്ടോ പോകുന്നത്. ഗൈസ് നമ്മൾ നമ്മുടെ കൃഷ്ണനെ ഇത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഉടുപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഈ ഒരു രൂപത്തിൽ കൃഷ്ണനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കൃഷ്ണന് കുറച്ച് മേക്കപ്പൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കും കേട്ടോ. ഒരു കിരീടമൊക്കെ വേണ്ടേ? ഒരു കിരീടം, ഒരു മയിൽപ്പീലിയൊക്കെ വേണമല്ലോ. നമുക്കൊരു കിരീടം ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ ഗൈസ് എൻ്റെ കൃഷ്ണന് ഒരു ഇരുട്ടായിട്ട് തോന്നുന്നില്ലേ? ഫ്ലാഷ് ഇട്ട് എടുത്ത് നോക്കണ കണ്ണ. യെസ് ഗൈസ്, ഇപ്പോഴാണ് എൻ്റെ കൃഷ്ണനെ നിങ്ങൾ കൃഷ്ണനായിട്ട് കാണുന്നത്. ഇത്ര നേരം ഫ്ലാഷ് ഓഫ് ആയിരുന്നു കേട്ടോ. അയ്യോ, എൻ്റെ കണ്ണൻ്റെ അവസ്ഥ നോക്കും. കീറിയ നിക്കറും ഒക്കെ ഇട്ട്. നീ ആ വാഴയുടെ ചൂട്ടി കൊണ്ടിട്ടിരുന്നേ അല്ലേ? അപ്പം അതിന് ഞാൻ ഇത്ര ആക്കി എടുത്തില്ലേ. ഇപ്പം ഇനി അടുത്ത ഗൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൃഷ്ണന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. അവന് ഗൈസ് അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയുള്ളൊരു പേപ്പറാണ്. നമ്മുടെ പേപ്പർ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പേപ്പറിനെ മറച്ചിട്ടിട്ട് നമുക്ക് കയ്യിലൊട്ടിക്കുന്ന സാധനം എടുക്കും. ഇത് വരയ്ക്കുന്നതാണ് എടുക്കുന്നില്ല, കൃഷ്ണൻ്റെ മോന്തയല്ല. ഇങ്ങനെ നമുക്കൊരു സാധനം വരച്ചു കൊടുക്കാം. തെകിയില്ലെന്ന് തോന്നുന്നു പ്ലീസ്. ഓക്കെ, എന്നുവെച്ചിട്ട് നമുക്കിവിടെ ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, ഇനിയിപ്പം ഇതേപോലെ തന്നെ അടുത്തൊരെണ്ണം നമുക്ക് വരച്ചു കൊടുക്കാം. ഗൈസ് നമ്മളിതാ ഇതിലേക്ക് ഇങ്ങനെ പശ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പശ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കൃഷ്ണൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. കണ്ടു? ഇങ്ങനെയാണ് കൃഷ്ണൻ. അടിപൊളി കിടുക്ക വെച്ച് കൃഷ്ണനായിരിക്കുകയാണ് ഗൈസ്. ഇപ്പുറത്തെ കൈയും കൊടുക്കുക. ഓക്കെ, എന്തുകൂടി നിനക്കൊരു പുച്ഛം നന്തൂട്ടാ? നീ ഇവിടെ ചവിട്ടി വിട്ടേ കളഞ്ഞ സാധനമാണ് കേട്ടോ. ഞാന് പറഞ്ഞ എൻ്റെ പൊന്നിന് എനിക്ക് പങ്കെടുക്കുമല്ലോ. ഇനി നമ്മൾ ഗൈസ് നമ്മളിതാ ഈ പേപ്പറിനെ ഇങ്ങനെ കട്ട് ചെയ്ത് കൃഷ്ണന് നമുക്കൊരു വള ഉണ്ടാക്കി കൊടുക്കാം. മുത്തുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മുത്തും ഇട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷേ എൻ്റെ ഒരു മുത്തുമില്ല. എൻ്റെ മുത്തുകളെല്ലാം എൻ്റെ നന്ദമുത്ത് എല്ലാം നശിപ്പിച്ച് തരുന്നത് കൊണ്ട് എനിക്ക് ഈ വക സാധനങ്ങളൊന്നുമില്ല. പിന്നെ ഈ കളർ പേപ്പർ ഞാൻ മേടിച്ചതാട്ടോ. നമ്മളിതാ ഇതിലും പശ വെച്ചു. കൃഷ്ണൻ്റെ കയ്യിൽ നമ്മൾ വള ഒട്ടിച്ചു. നെക്സ്റ്റ് വൺ ഇതാ നമ്മൾ വീണ്ടും എടുത്തു. അതേ കയ്യിൽ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. കുഞ്ഞു കൃഷ്ണനെ അടുത്ത് നമുക്ക് കൃഷ്ണന് ഒരു കിരീടം ചെയ്യാം.
നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് എൻ്റെ നന്ദൂട്ടൻ്റെ പാട്ടാട്ടോ. വീണ്ടും ഗൈസ് നമ്മളിത് ഇങ്ങനെ ഒരു സാധനങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് കൃഷ്ണൻ്റെ കിരീടമാണ് കേട്ടോ. എൻ്റെ കൈയൊക്കെ ഇരിക്കുന്ന കളറും നന്ദൂട്ടൻ്റെ പാട്ട് കൊള്ളാലോ നന്ദു. അങ്ങനെ നമ്മളൊരു കിരീടം ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇതിലേക്കൊരു റൗണ്ട് വെച്ച് കൊടുക്കാം. റൗണ്ട് വെക്കാനായിട്ട് ഞാനിതാ ഒരു പിങ്ക് പേപ്പറാട്ടോ എടുത്തേക്കുന്നത്. ഇതിങ്ങനെ വെച്ചിട്ട് ഞാനിങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഷേപ്പാട്ടോ വെട്ടിയെടുത്തേ. സീക്വൻസ് വെച്ച് കൊടുക്കാട്ടോ നമുക്ക്. അവിടെ വെച്ച് കൊടുക്കാം. പറ്റുന്നില്ല ഗൈസ്, ഭയങ്കര ടാസ്ക്കാണ് ഇത് വെക്കാനായിട്ട്. എൻ്റെ കൈയെല്ലാണെങ്കിൽ മൊത്തം പശയാട്ടോ, അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. എൻ്റെ കൈ കൊണ്ട് വെക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഗൈസ് നമ്മുടെ കിരീടം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കിരീടം അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൃഷ്ണനെ കണ്ടോ, കൃഷ്ണൻ്റെ മുടി നിങ്ങൾ കണ്ടോ? ഈ മുടി കണ്ടിട്ട് നിങ്ങൾ എന്താ ഒന്നും പറയാത്തേ? മുടിക്ക് നമുക്ക് കളറടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനായിട്ട് നമുക്ക് ബ്ലാക്ക് പെയിൻ്റ് എടുക്കാം. നമുക്ക് കൃഷ്ണൻ്റെ മുടി ബ്ലാക്ക് ആക്കാനുണ്ട് ഗൈസ്. നമുക്ക് നമ്മുടെ കണ്ണനെ ബ്ലാക്ക് അടിക്കാം. ആദ്യം നമുക്കിനി ഒരു കവറൊക്കെ എടുക്കട്ടെ. അപ്പോൾ ഗൈസ് നമുക്കിങ്ങനെ മുടിയെല്ലാം ഇങ്ങനെ ഫുള്ള് നമുക്ക് ബ്ലാക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഗൈസ് ഒരുവിധം നമ്മളിതാ മുടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിക്കൊന്ന് ഉണങ്ങട്ടെ കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മളെ കൃഷ്ണൻ്റെ ഈ ലെവൽ വരെ ആയിട്ടുണ്ട് കേട്ടോ. കൃഷ്ണൻ ഇരിക്കുന്ന ഇരിപ്പുണ്ടോ? നമുക്ക് കൃഷ്ണന് പിന്നെ എന്തോ കിരീടം വെച്ച് കൊടുക്കാം. നമ്മുടെ കിരീടം വെച്ച് കൊടുക്കാം. ഇങ്ങനെ നോക്കണം. നമ്മൾ കിരീടം വെച്ച് കൊടുത്തു. അങ്ങനെ ഗൈസ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ കിരീടം വരെ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി കുറേ പരിപാടികളുണ്ട്. ഈ മുടി ഉണങ്ങിയില്ല കേട്ടോ. അലമാരയിൽ എവിടെയൊക്കെ കുറച്ച് ഇതൊക്കെ ആയി. എങ്കിലും നമ്മൾ കൃഷ്ണനെ വിടത്തില്ല. നമ്മൾ കൃഷ്ണനെ ഇനി ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. കൃഷ്ണനൊരു മാല നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. സെറ്റായി. അങ്ങനെ ഗൈസ് ഞാൻ എടുത്തത് ഒരു പേളിൻ്റെ നന്ദൂട്ടൻ്റെ ഒരു ബ്രേസ്ലെറ്റ് കേട്ടോ. എനിക്കത് കണ്ട അവളെന്നെ കൊല്ലുന്നു. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് നന്ദൂസിന്. അപ്പം ഇത് ഞാൻ നമ്മുടെ കൃഷ്ണനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നന്ദപ്പൻ കണ്ടാൽ സീനാണ് കൃഷ്ണ. അയ്യോ അത് കാണുന്നില്ലോ. കുറച്ച് നമുക്കിപ്പം ഇത് മാല നമുക്ക് ഇറക്കിയിട്ട് കൊടുക്കാം. അപ്പം അതിന് ഞാനിപ്പോൾ എന്താ ഈ മാലയിൽ നിന്ന് കുറച്ച് ചെയിൻ അങ്ങ് പൊട്ടിക്കുക. ഇത് മാല ഞാൻ പൊട്ടിച്ച് ചെയിന് ഞാൻ നീളം കൂട്ടി.
ഉറങ്ങി ഗൈസ്. ഞാൻ നന്ദമ്മയുടെ ഇനിയിപ്പോൾ ഇത് നന്ദൂട്ടൻ നാളെ ഉറങ്ങി കേട്ടോ ആള്. ഇനിയിപ്പോൾ എണീക്കുമ്പോൾ ഇനിയിപ്പോൾ മിക്കവാറും നന്ദൂട്ടൻ എൻ്റെ മാല എൻ്റെ ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞ് വിളിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. എങ്കിലും എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മുടെ കൃഷ്ണൻ മാല ഇട്ടു. അപ്പം ഇനി അടുത്ത് നന്ദപ്പൻ്റെ ഇത് വേറൊരു മാല കേട്ടോ, പഴയ മാല. ഇതെല്ലാം വാരിപ്പറക്കി നമ്മുടെ കൃഷ്ണന് കൊടുക്കും കേട്ടോ. നൈസല്ലേ? അങ്ങനെ ഗൈസ് നമ്മൾ നമ്മുടെ കൃഷ്ണന് മാല 2 മാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പീലി വയ്ക്കാൻ പോവുകയാണ്. പീലിക്ക് എന്ന് വെച്ചാൽ വൻ ശോകം പിടിച്ച പീലിയാണ് കേട്ടോ. ഇതിലും കുഴപ്പമില്ല, നമുക്ക് കുത്തി വെച്ച് കൊടുക്കാം. വലിയ പീലി വെപ്പ്. പീലി എന്ന് വെച്ചാൽ ഭയങ്കര വലുതായിരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞു കൃഷ്ണന് വലിയ പീലി രസമില്ലാത്തതുകൊണ്ട് ഞാൻ വെട്ടിയതാണ്. പക്ഷേ സംഭവം കുളമായി പോയി. എങ്കിലും കുഴപ്പമില്ല, ഞാൻ വെച്ചു കൊടുക്കും. നമ്മുടെ കൃഷ്ണൻ്റെ റബ്ബർ ബാൻഡ് എന്തി കീറുന്നില്ല ഗൈസ്. സംഭവം ഞാൻ അവിടെ കയറ്റുന്നില്ല. ഞാൻ ബയൻഡിലങ്ങ് ഒട്ടിക്കാൻ പോവാം കേട്ടോ. കിരീടത്തിലങ്ങ് ഒട്ടിക്കാം. കുറച്ച് ഫെവി ബോണ്ട് ഞാൻ എന്താ എടുക്കുക. നമുക്ക് ഇതിലങ്ങ് ഒട്ടിച്ച് കൊടുക്കാം. ഓക്കെ, സെറ്റ്. അപ്പം നമ്മുടെ കൃഷ്ണൻ്റെ ഇത്രയുമായിട്ടുണ്ട്. ഇനി നമുക്ക് കൃഷ്ണൻ എന്തോ വേണം? കൊലുസ് വേണം, കട്ട് വേണം. അപ്പം നമുക്ക് പണി തുടങ്ങാം. അങ്ങനെ ഗൈസ് ഞാൻ പുരികം വരയ്ക്കാൻ പോകുന്നതാണ്. കൃഷ്ണൻ കറുത്ത കളറായതുകൊണ്ട് പുരികൊന്നും കാണുന്നില്ല. വരച്ചു കൊടുക്കാം. കറുത്ത പുരികം. എനിക്ക് അയ്യോ കണ്ണൊന്ന് കുളമായിപ്പോയി ഗൈസ്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ കൃഷ്ണൻ ഇങ്ങനെയൊക്കെ മതി. ഇനി നമുക്ക് കൃഷ്ണന് ഇവിടെ ഒരു കുത്തിട്ട് കൊടുക്കാം. ആരും എൻ്റെ കൃഷ്ണനെ കണ്ണ് വിടരുത് കേട്ടോ. ഇവിടെ കുത്തിടണോ? വേണ്ട, മതി. നമുക്ക് ഇങ്ങനെ കൃഷ്ണനിവിടെയൊക്കെ കുത്തൊക്കെ എടുത്തില്ലേ, ആ കുത്തുകളാട്ടോ ഇത്. ആ കുത്തുകളാണ് ഈ കുത്തുകൾ. നമ്മുടെ കൃഷ്ണനെല്ലാം വേണം. ഈ കുത്ത് വേണം. എനിക്കിങ്ങനെ കുത്തൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. നന്ദൂട്ടി ഒരുക്കുമ്പോഴും ഞാനിങ്ങനെ കുത്തുകളൊക്കെ വാരി വലിച്ചങ്ങ് ഇട്ട് കൊടുക്കും കേട്ടോ. എന്നാ പിടിച്ചോ 3. ഓക്കെ, സെറ്റല്ലേ? ഇനി ഗൈസ് നമുക്ക് കൃഷ്ണൻ്റെ ചുണ്ടിൽ ചായം പൂശാം. അതരം എൻ്റെ പാട്ട് കേട്ട് നിങ്ങളോടും ഗൈസ് ഞാൻ പാടുന്നില്ല. അയ്യ ചുണ്ട് കണ്ടു. ചുണ്ടിൻ്റെ ഷേപ്പൊക്കെ എവിടെയൊക്കെ പോയി. ആക്ച്വലി ഞാനൊരു നായാണ് ഉദ്ദേശിച്ചത്. ഇത് വേറെ എന്തൊക്കെ ആയിപ്പോയി, നമുക്ക് സാരമില്ല. തൽക്കാലത്തേക്ക് എൻ്റെ കൃഷ്ണൻ അഡ്ജസ്റ്റ് ചെയ്യും. അടുത്ത് നമുക്ക് മെയിൻ സാധനമാണ് ഗൈസ് ഞാൻ ഈ വരയ്ക്കുന്നത്, കൃഷ്ണൻ്റെ പൊട്ട. ഹയ്യമ്മ അറേ ബാ, എൻ്റെ കൃഷ്ണയുടെ ഭംഗി കാണൂ. ഇവിടെ 3 കുത്താണ് ഉദ്ദേശിച്ചത്. എനിക്ക് 2 കുത്താനുള്ള സ്ഥലമുള്ളൂ. യെസ്, 3 കുത്തിട്ടു. കൃഷ്ണൻ ഈസ് ക്യൂട്ട്. ഇനി നമുക്ക് ഗൈസ് നമ്മളിതിൻ്റെ നടുക്കൊരു മഞ്ഞ ലൈൻ കൂടെ കൊടുക്കുന്നു. ഗൈസ് ഇനി നമുക്ക് കണ്ണ് കറുപ്പിക്കാം കേട്ടോ. കണ്ണ് നീലമായിപ്പോൾ ഇത് വേറെ എന്തെങ്കിലും സാധനം പോലെ ഇരിക്കുന്നു കണ്ണൻ പറയുന്നു. സോ നമ്മൾ കണ്ണൻ്റെ അഭിപ്രായം നമ്മൾ മാനിക്കണമല്ലോ. അവനാണ് നമ്മുടെ ക്യാമറമാൻ. അപ്പം അവൻ പറയുന്നതും കൂടെ കേൾക്കണമല്ലോ. അവൻ്റെ അഭിപ്രായത്തിന് പുറമെ ഞാൻ കണ്ണിന് കളറടിക്കുന്നു. കൃഷ്ണൻ കുളമായ കണ്ണൻ ഇവിടെ തലകുത്തിന് ഇടിക്കുകയും ചെയ്യും. കുഴപ്പമില്ല ഗൈസ്, കൃഷ്ണൻ കൊള്ളാം. അങ്ങനെ കണ്ണും കൂടെ ഞാനങ്ങ് ബ്ലാക്ക് ആക്കിയാണ് കേട്ടോ. ഓക്കെ, കറുത്ത കണ്ണുള്ള കൃഷ്ണനായി. ഓക്കെ, ഇനി നമുക്ക് എന്തോ ചെയ്യണം. അങ്ങനെ ഗൈസ് എൻ്റെ കൃഷ്ണൻ്റെ ഒരുവിധം റെഡി ആയിട്ടിരിക്കുകയാണ്.
കൃഷ്ണൻ ഇനി ഒരു അരപ്പട്ട വേണം, കമ്മൽ വേണം. സ്റ്റഡ് ഇട്ട് കൊടുക്കുന്ന ചടങ്ങാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിത് സ്റ്റഡ് ഇട്ട് കൊടുത്തു. സ്റ്റഡൊക്കെ മിക്കവാറും വീഴും. ഇപ്പുറത്ത് നമുക്കൊരു സ്റ്റഡ് ഇടാം. സെറ്റ്, വെൽ സെറ്റ്. ചുണ്ടനായില്ലേ കൃഷ്ണൻ. അങ്ങനെ ഇരുന്നപ്പം ഗൈസ് കൃഷ്ണന് ഇടുപ്പിക്കിട്ട് അരപ്പട്ട കണ്ണൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ നിന്ന് ഇതാ ക്യാമറ നീ പിടിക്കടി എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നിന്ന് ഇതാ ഫോണിനെ പിടിച്ച് വാങ്ങിച്ച്, എന്നിട്ട് അവന് തന്നെ അരപ്പട്ട ഉണ്ടാക്കണമെന്ന് പറഞ്ഞിതാ ഉണ്ടാക്കിയാണ്. നമ്മളിനി അരപ്പട്ട കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കൃഷ്ണൻ്റെ സംഭവം എല്ലാം സെറ്റായി. നിങ്ങളല്ലോ നടക്കുമോ? ഉറുമ്പൊക്കെ കയറി പോണു കേട്ടോ. എപ്പോഴും വന്നില്ലടാ നിന്നെ കൊല്ലത്തെ. എന്ത് വിധി. എൻ്റെ നന്ദൂട്ടൻ ഉറങ്ങി. നന്ദൂട്ടൻ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോഴത്തേക്കും നമ്മളിവിടെ കൃഷ്ണൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു കേട്ടോ. അരേ വാ, അടിപൊളി അരപ്പട്ട. ഞാൻ ഒട്ടിക്കാം. എൻ്റെ കൈ ഇരിക്കുന്നുണ്ടോ ഗേസ്? നമ്മൾ ഈ അരപ്പട്ടയിൽ അടുത്ത് ഒരു മുത്തൊട്ടിച്ചു കൊടുക്കുന്ന ചടങ്ങാണ്. ഞാൻ മുത്തെടുത്ത് ഒട്ടിക്കാൻ പോവുകയാണ്. അതിന് പശ തേച്ച് കൊടുത്തു. മുത്തല്ല ഗേസ്, സീക്വൻസ്. നമ്മൾ ഓരോരോ സീക്വൻസ് ഇങ്ങനെ എടുക്കുക. എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബാക്ക് വശത്ത് നമുക്കിങ്ങനെ പശ തേച്ച് കൊടുക്കാം. അങ്ങനെ ഗൈസ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് സൈഡ് ഒന്ന് ചുണ്ട് ചുമപ്പിക്കാൻ പിങ്ക് കളർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ റെഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. കൈ വെച്ച് കുളമാകുമെന്ന് അറിഞ്ഞൂടാ. അപ്പം ഞാൻ മിക്കവാറും കുളിപ്പിച്ച് പിള്ളയെല്ലാം ഇതാക്കുന്ന കോളൊക്കെ ഉണ്ട്. ഇങ്ങനെ റെഡ് തേച്ചിട്ട് കുറച്ച് ഇങ്ങനെ ബ്ലഷ് ചെയ്ത് കുളമാക്കിയിരിക്കുന്നു ഗൈസ്. ഞാൻ അന്തസ്സായിട്ട് കുളമാക്കി. വേണ്ട, നമുക്കിവിടെ ഗോൾഡ് ഇട്ട് കൊടുക്കാം. സെറ്റല്ലേ? അപ്പം നമ്മുടെ കൃഷ്ണൻ സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇത് കുളമായി എന്ന് എനിക്ക് തോന്നുന്നു. ഞാനിതെന്ത് ചെയ്യാൻ, കുളമായോ? ഉറപ്പായിട്ടും ആയി ഗൈസ്. ഞാനിത് വീണ്ടും ബ്ലൂ കൊടുത്ത് ബ്ലഷ് വേണ്ട, പഴയ പോലെ തന്നെ ആക്കും കേട്ടോ. ബ്ലൂ ആയതുകൊണ്ട് കുഴപ്പമില്ല. കിടന്നോളാം കേട്ടോ ഗൈസ്. എൻ്റെ ഉണ്ണിക്കണ്ണൻ എന്താ റെഡി ആയിട്ടിരിക്കുകയാണ്. ചുണ്ടര കൊട്ട നല്ല ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇതൊന്ന് ഉണങ്ങി ഒന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. അങ്ങനെ ഗായ്സ് നമ്മുടെ കൃഷ്ണൻ്റെ ലാസ്റ്റ് ഇങ്ങനെയാണ്. ഇങ്ങനെ നമുക്ക് കൃഷ്ണനെ റെഡിയായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വേസ്റ്റാക്കി കളയുന്ന പാവയൊക്കെ ഇങ്ങനെ ചെയ്ത് നമ്മൾ വീടിൻ്റെ ഏതെങ്കിലും മൂലൊക്കെ ഇങ്ങനെ വെച്ചൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.